ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ മമ്മാസ് പിങ്കൂസ് ചാനൽ. ഓക്കെ, ഞങ്ങളുടെ ഈ ഒരു വ്ളോഗിൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ചൂടുള്ള കപ്പ ബിരിയാണി, നമ്മുടെ കുന്നംകുളം സ്പെഷ്യൽ കപ്പ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ്. ഒരു നൈറ്റ് ഡ്രൈവാണ്. അപ്പം ഞങ്ങൾ നൈറ്റ് വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, പിങ്കു പറ. അപ്പോൾ മമ്മാസ് പിങ്കു ചാനലിലോട്ട് വെൽക്കം. അപ്പോൾ നമ്മൾ നാനോയിലാണ് പോകുന്നത്. നാനോയിലത്തെ ലൈറ്റാണ് സോ നമ്മൾ കാണുന്നത്. അതേപോലെ ലൈക്ക് അമർത്തണം, അതേപോലെ കമൻറ്റ് ഇടണം, പിന്നെ ബെൽ ലൈക്ക് ഇടരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് വണ്ടി മൂവ് ആക്കാം. ഓക്കെ, ടാറ്റാ. ഓക്കെ, നല്ല ചൂടുള്ള കപ്പ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ്. നൈറ്റ് ഡ്രൈവാണ്. അപ്പം നമുക്ക് നൈറ്റ് ഡ്രൈവ് എൻജോയ് ചെയ്യാം. വാ, Come on, let's go. കേറിക്കോ. നമ്മളിപ്പോൾ ചൂണ്ടലെത്തി. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഗുരുവായൂരെത്തും. ഗുരുവായൂർ വേഗം എത്തും കേട്ടോ. ഇവിടുന്ന് അടുത്താണ് ഗുരുവായൂർ. അപ്പോൾ ഒരു ദിവസം ഞാൻ ഗുരുവായൂർ പോകുന്നതിൻ്റെ വീഡിയോ ഇടാം. ഇവിടുന്ന് നേരെ പോവുകയാണെങ്കിൽ കുന്നംകുളം പോവാം, ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ ഗുരുവായൂർ പോവാം. ഈ ഗുരുവായൂർ റൂട്ടിൽ ഒരു തട്ടുകട നല്ലതുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പോകാമെന്ന് വിചാരിച്ച് പോയി. പക്ഷേ അവിടെ പകുതി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ തട്ടുകട ക്ലോസ് ചെയ്തു. ഞങ്ങൾ വീണ്ടും അഗെയിൻ നേരെ തന്നെ പോവാം. ഇവിടെ ഒരു തട്ടുകട കണ്ടിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തട്ടുകടയാണിത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നല്ല അടിപൊളി കപ്പ ബിരിയാണി കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനത് വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര സ്പൈസി ആയിരുന്നു. അപ്പോൾ ബാക്കിൽ നിന്ന് പിങ്കു ബഹളം വെക്കുന്നുണ്ടായിരുന്നു, ഫ്രണ്ടിലേക്ക് വരണം ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ തന്നെ ഫ്രണ്ടിൽ ഇരുത്തി. അവിടെ നെയിൽസൊക്കെ നെയിൽ ആർട്ട് പോലെ നമ്മൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന നെയിൽസാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് വെക്കണം എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. അത് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ ഇനി ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഈ കപ്പ ബിരിയാണി മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അടിപൊളിയാണ് കേട്ടോ.
അപ്പോൾ പിങ്കുവിന് ദോശ വേണം, തട്ട് ദോശ വേണം എന്ന് പറഞ്ഞിട്ട് അവൾ തട്ട് ദോശയും വാങ്ങി. എങ്ങനെയുണ്ട് പിങ്കു? ടേസ്റ്റി? ചൂടുണ്ട്, നോക്കി കഴിക്കും. ചൂടുണ്ട്, നോക്കിയിട്ട് കഴിക്കുന്നു. പിങ്കു കഴിക്കുമ്പോൾ ഒന്നും സംസാരിക്കില്ല അല്ലേ? കഴിക്കുമ്പോ നീ എന്തെന്നാടി പാടണ? പരസ്പരം എന്തില്ലാതൊക്കെ പാടുന്നുണ്ടല്ലോ. തട്ടുദോശ സൂപ്പറാണ്. കറി ഉണ്ടാവില്ല, നല്ല രസമുണ്ട്. ചമ്മന്തി എടുത്താലോ? തട്ടുദോശ കഴിച്ചതിന് ശേഷം പിങ്കുവിന് കൊള്ളിയും പോട്ടിയും കഴിക്കാൻ തോന്നി. അത് അപ്പം പറഞ്ഞിട്ട് കയറ്റിയതാണ്. കൊള്ളിയും പോട്ടിയും നല്ല ടേസ്റ്റ് ഉണ്ട് അതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഒന്ന് ഓർഡർ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അത് നല്ല യമ്മി, ഭയങ്കര സ്പൈസി ആയിരുന്നു. നിങ്ങളിനി ഈ വഴിക്കൊക്കെ പോകുമ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല സ്പൈസി സൂപ്പർ സാധനമാണ് കേട്ടോ. ഒന്ന് കഴിച്ച് നോക്കേ. എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സമയമായി. അപ്പം പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.